നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാണ് അർജന്റീന ടീം. ഈ ടീം അവസാനം വരെ പോരാടും. ആരും ഒന്നും നമുക്ക് വെറുതെ തരില്ല. പോരാടി തന്നെ നേടണം. വാവ്, സാക്ഷാൽ ലയണൽ മെസ്സിയുടെ വാക്കുകളാണ്. അർജന്റീന കേപ്പ് വെർദക്കെതിരെ റൗണ്ട് ഓഫ് 32 വേൾഡ് കപ്പ് മത്സരത്തിൽ ഒന്ന് പരുങ്ങി, പക്ഷെ പിന്നെ പോരാടി തന്നെ വിജയം നേടി. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത്. ചെറിയ ടീമിനോട് വിറച്ചു പോയല്ലോ എന്നൊക്കെ പറയാൻ ആളുകളുണ്ടാവും. അതല്ല കാര്യം. ടീമിൻ്റെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ്, വിട്ടുകൊടുക്കില്ല എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു. ഈ ടീം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്, കളിക്ക് ശേഷമുള്ള വാക്കുകൾ. ഈ ടീം കുറെ കാലമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ്. കോമ്പീറ്റ് ചെയ്യും, ഇറ്റ് കോമ്പീറ്റ്സ് ആൻഡ് വിൽ കോമ്പീറ്റ് അണ്ടിൽ ദി വെരി എൻഡ്. അവസാനം വരെ ഈ ടീം പോരാടിക്കൊണ്ടിരിക്കും. ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും ഞങ്ങൾ മികച്ച രൂപത്തിൽ ചില സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സെറ്റ് പീസുകളിലും മറ്റുമൊക്കെ ഞങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. നല്ല രൂപത്തിലുള്ള ഹെഡേഴ്സ് ഉണ്ടായിരുന്നു, പ്ലേയേഴ്സ് നല്ല രൂപത്തിൽ എയറിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോരാടി നേടുക എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വി ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ഇറ്റ് ഫോർ എ വൈൽ നൗ. തീർച്ചയായിട്ടും ഒഫെൻസീവ്ലി ഡിഫെൻസീവ്ലി നല്ല കോമ്പറ്റീഷൻ നടന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം സെൽഫ് ക്രിറ്റിസിസം കൂടി നടത്തുന്നുണ്ട്. ടീമിനെ കുറിച്ച് അദ്ദേഹം സ്വയം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് അവരെ വേണ്ട വിധത്തിൽ പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ ഞങ്ങൾ ഒരുപാട് താഴേക്ക് ഇറങ്ങി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ ഡിസോർഗനൈസ്ഡ് ആയിരുന്നു ചില ഘട്ടങ്ങളിൽ. അവരെപ്പോഴും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ടീം സ്പെയിനോടും ഉറുഗ്വായോടൊക്കെ തോൽക്കാതിരുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലായില്ലേ. ആദ്യ ഗോൾ നേടുക എന്നുള്ളതായിരുന്നു ബുദ്ധിമുട്ടേറിയ കാര്യം. പിന്നെ കളി നിയന്ത്രിക്കാമെന്ന് കരുതി, പക്ഷേ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് പലപ്പോഴും പൊസിഷൻ നഷ്ടമായി, തിരിച്ചടി ഉണ്ടായി, വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് ടഫായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇതൊരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു. ആരും നമുക്കൊന്നും വെറുതെ തരില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എതിർ ടീമിൻ്റെ പേര് നോക്കിയിട്ട് അവരെങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് വേൾഡ് കപ്പാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഈവൻലി മാച്ച്ഡാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ ഗെയിമുകളും എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ഞങ്ങളൊരു ഹ്യൂജ് എഫേർട്ടാണ് ഇട്ടത്. എല്ലായ്പ്പോഴും ഞങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ നന്നായി കളിച്ചോ മോശമായി കളിച്ചു എന്നുള്ളതിനപ്പുറം ഞങ്ങളൊരു ഹ്യൂജ് എഫേർട്ടാണ് ഇട്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി റെസ്റ്റ് എടുക്കുക, അടുത്ത കളി എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ഇവിടുന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഏതായാലും തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഒടുവിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. അതായത് ഈ ടീം അവസാനം വരെ പോരാടും, കോമ്പീറ്റ് ചെയ്ത് നിൽക്കും എന്ന് തന്നെ ലയണൽ മെസ്സി പറയുന്നു. ശരിയാണ്, കളിയിലൊന്ന് സഫർ ചെയ്തു, പക്ഷെ അതിൽ നിന്ന് തിരികെ വന്നു എന്നുള്ളൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. ആർക്കും ഒന്നും വെറുതെ തരില്ല, പോരാടി തന്നെ നേടണം, അതിന് സജ്ജമാണ് ഈ ടീം എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.